തേങ്ങ അരച്ച് ഒരു മീൻ കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ മൺചട്ടിക്ക് അതിനിത് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യത്തിന് നമ്മൾ വെള്ളം എടുത്തു. അതിനകത്തേക്ക് നമ്മൾ 1/2 ഇഞ്ചി, ഒരു 2-3 മുളക് ഇത്രയും ഇട്ട് നമ്മൾ തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പിട്ട കുടംപുളിയുണ്ട്, ഒരു 3 കഷ്ണം, അതുകൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഈ അടപ്പൊന്ന് അടച്ചെടുക്കുക. അതിനുവേണ്ടി 1/2 തേങ്ങ ഇതിനകത്തേക്ക് ഇടാം. പിന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഓൾറെഡി നമ്മൾ മുളക് ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് അതുകൊണ്ട് 2 കാന്താരി ഇട്ടു. ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 ഉള്ളി അരിഞ്ഞത്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ വെള്ളം നന്നായിട്ട് നമുക്ക് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനൊന്ന് വെന്തോട്ട്. ഒരു ചാറ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. ഇത് അയലയാണ്. മീനൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് ഒന്നുകൂടെ തിളപ്പിക്കാം. ഇപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നുകൂടെ ഇടാമേ. നമ്മുടെ ഫിഷ് ഒന്ന് തുറന്നു നോക്കാം. ഇത് നല്ലപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കറി ഇവിടെ തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് മുകളിൽ വിതറി കൊടുക്കാം. ഓക്കെ, അത്യാവശ്യമുള്ളൊരു തുള്ളി എണ്ണയും കൂടെ ഇതിന് മുകളിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ അത് ചെയ്യുന്നില്ല. അപ്പം ചട്ടിയിലായതുകൊണ്ടാണ് ഇതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.